എത്ര രൂപ കൊടുക്കുന്നത്? ഇത് നമ്മൾ 60 രൂപക്ക് 100 രൂപക്കൊക്കെ വിറ്റുകൊണ്ടിരുന്നാണ്. ഇതിപ്പോ നമുക്ക് ഒരു 60 രൂപ ഇട്ട് കൊടുക്കും. പൂർണ്ണമായിട്ട് നമുക്ക് ഇതൊന്ന് കായ്ക്കും എന്താ പറയാ ഫ്ലവർ കണ്ടില്ല 1000 രൂപക്ക് കൊടുത്തിരുന്നാണ് ഒരു 800 രൂപ ഇട്ട്. ഇതല്ല കേട്ടോ, ഇതിന്റെ വലിയ ഇതിപ്പോ നമ്മൾ സെറ്റ് ആക്കണേ ഉള്ളൂ. ഗ്രീൻ അഗ്രോ ഫാം ഇത് രണ്ടത്താണിയിലാണ്. രണ്ടത്താണി എന്ന് വെച്ചാൽ കോട്ടക്കൽ പുത്തനത്താണിന്റെ അടിയിലുള്ള സ്ഥലമാണ് രണ്ടത്താണി. നാഷണൽ ഹൈവേയിൽ നിന്ന് രണ്ടത്താണിക്ക് അടുത്തുള്ള അണ്ടർപാസിലൂടെ അങ്ങോട്ട് കിടക്കുന്ന കുറുകത്താണി വാര്യത്ത് റോട്ടുമ്മൽ മൃഗാശുപത്രി ഉണ്ട്. കൽപ്പഞ്ചേരി പഞ്ചായത്തിന് മൃഗാശുപത്രി, അതിന്റെ തൊട്ടടുത്താണ് ഗ്രീൻ അഗ്രോ ഫാം. പെട്ടെന്ന് വരാൻ കഴിയുന്ന സ്ഥലമാണ്. ഇത് നമ്മൾ പൊന്നൂസ് വീഡിയോയിൽ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി പറഞ്ഞ ഇത് കണ്ടോ, ബോഗൻവില്ലിന്റെ ഭയങ്കര ഒരു കളക്ഷൻ തന്നെ നമ്മൾ ഈ ഫാമിൽ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ത് വൃത്തിയുള്ള കളേഴ്സ് ഒക്കെ എടുക്കണത്, എല്ലാ തരത്തിലുള്ള നിറത്തിലുള്ളതുണ്ട്. ഇപ്പൊ ഈ പൂക്കളൊരു ടൈമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളെ പൂക്കളുടെ മാസമാണ്, എല്ലാവർക്കും അറിയാലോ. തണുപ്പ് നല്ലൊരു കാലാവസ്ഥ. അപ്പൊ നമ്മളിതിൽ ഒരുപാട് വെറൈറ്റി ബോഗൻവില്ലിന്റെ വ്യത്യസ്തമായ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. ചെറുതും വലുതും ഓരോരുത്തരും എന്താ പറയാ ഇതിനനുസരിച്ചൊക്കെ വാങ്ങാൻ പറ്റിയ എല്ലാ തൈകളും. ഇപ്പൊ നമുക്ക് ഇത് കണ്ടില്ലേ, ഒരു മരത്തുമ്പോ തന്നെ 4-5 കളറാണ്. ഇതൊരു കളറാണ് വൈറ്റ്, കണ്ടില്ലേ? വ്യത്യസ്തമായ ഒരുപാട് കളർ ഒരു മരത്തുമ്പോ തന്നെയാണ് 3-4 മൾട്ടി കളറുകൾ. നല്ല ഭംഗിയായില്ലേ പല കളേഴ്സും. അതെ. പക്ഷെ അത്തരം ഈ മൾട്ടികൾക്കൊക്കെ ഒരു അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാൽ ഇവിടെ വേണ്ടില്ല, ഇവിടെ ഒന്ന് നോക്കൂ, ഇതൊക്കെ വേറെ കളറുകൾ, സെപ്പറേറ്റ് കളേഴ്സ്. ഇതൊക്കെ നമുക്ക് 150 രൂപ മുതൽ ഞങ്ങൾ ഇതിലുണ്ട് കേട്ടോ. തുടക്കം ചെറിയ 150 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കാഴ്ചക്കുള്ളതാണ്. വലിയ ഓരോരുത്തര് ഇതിനൊക്കെ അത്യാവശ്യം വില ഉണ്ടെങ്കിലും കാണാനുള്ള ചുരുക്കണ്ടില്ല. നിങ്ങൾ എന്തൊരു രസമുള്ള ഇവിടെ ഒന്ന് നോക്കൂ. ഇവിടെയൊക്കെ ബോഗൻവില്ലിന്റെ ഒരുപാട് ഇത് ഒരേ മരത്തിൽ കണ്ടില്ലേ, ഒരേ പൂ തന്നെ 2 കളറാണ്, കണ്ടില്ലേ? ഒരു കൊമ്പ് തന്നെ 2 കളർ തന്നെ. ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചോളി. ഇഷ്ടം പോലെ ബോഗൻവില്ലിന്റെ ഒരു ലോകം ഞങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ടൈമാണ്. ഫ്ലവർ വന്നുകൊണ്ട് ഇതൊക്കെ മുട്ടിട്ടേ ഉള്ളൂ. ഫ്ലവർ വന്നു. അതെ, ഇതിങ്ങനെ ഫ്ലവർ വലിയ ഉണ്ട പൂവായിട്ട് കണ്ടു വരും. ഇനി അവിടെ നമുക്ക് പുതിയ വെറൈറ്റി കൺസ്ട്രക്ഷൻ ഉണ്ട്. അതിന്റെ വേറെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ സ്റ്റോക്ക്. ബോഗൻവില്ല ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. ഇന്നിപ്പോ അലങ്കാരം ഭയങ്കര ഇത് കണ്ടില്ല നിങ്ങള്. ഈ ഇതിന്റെയൊക്കെ എന്ത് രസത്തിലുള്ള ഒരു കളറാണ്. പക്ഷെ അങ്ങോട്ടൊന്ന് കാണിച്ചു നോക്കൂ. ഒരു മരത്തുമ്പോ എത്ര കളറായിരിക്കുന്നു. ഇതൊരു മരമാണ്. മഞ്ഞയും റോസും വെള്ളി, ഞാൻ പറഞ്ഞില്ലേ, ഒരു മരത്തിലാണ് ഇത്രയും കളേഴ്സ്. അതെ, എന്ത് ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ശരിക്കും നല്ലൊരു വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചല്ലേ, വീടിന് തന്നെ നല്ല ഭംഗിയായിരിക്കും. വലിയ രസം. ഇത് നമ്മൾ റമ്മിൽ വെച്ച് സെറ്റ് ചെയ്താട്ടോ. ഡ്രമ്മിലായിരിക്കും, പ്ലാസ്റ്റിക് റമ്മണ്ടില്ലേ, ഡ്രമ്മിലപ്പത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ചെടികൾ തന്നെയാണ്. ഈ ഭാഗത്തേക്ക് ഫുള്ള് ഇങ്ങനെ റോസ് കളറിലാണ്. ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സ്ഡ് കളറായിട്ടാണ് വരുന്നത്. വൈറ്റ്, ഓറഞ്ച്, പിന്നെ അതുപോലെ തന്നെ പിങ്ക്, അങ്ങനത്തെ മിക്സ്ഡ് കളറായിട്ട്. ഇതിന്റെ ചെറുതും എടുത്തുണ്ടോ? ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, മാവിന്റെ തൈകൾ നമ്മളിപ്പോ അവിടെ കണ്ടതിനേക്കാളും ഒരുപാട് ഫ്ലവർ എന്നിട്ട് മാവിൻ തൈകൾ ഇവിടെയും സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ ഏതാ വെറൈറ്റീസ് അറിയോ, പേരറിയോ? ഓരോരോ ഹീസിൽ ഇരിക്കുന്നതും വ്യത്യസ്ത പേരിലുള്ളതാണ്. ഇതൊക്കെ ഇപ്പൊ എന്താ പറയാ, നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഇതൊന്ന് കായ്ക്കും എന്താ പറയാ ഫ്ലവർ കണ്ടില്ല ഇവിടെ ഒരുപാട് മാവുകൾ. ഇപ്പൊ നമ്മളിത് കണ്ടിട്ട് ഇങ്ങനെ ആളുകൾ വന്നിട്ട് കായ്ച്ച് കൊലകൊലമായിട്ട് മാങ്ങുള്ള പല മാവുകളും നമ്മളിവിടുന്ന് സെയിലായി പോയി. ദൂരം സ്ഥലങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് മറ്റുള്ള അതൊക്കെ വിറ്റതാട്ടോ. അപ്പൊ ഈ ഫ്ലവറിന്റെ രസം കണ്ടിട്ട് ഇനി അതേമാതിരി ഇനിയിപ്പോ ഇങ്ങോട്ട് മാങ്ങ തൂങ്ങല്ലേ, ആ മാങ്ങ കാണുമ്പോ ആളുകള് ഇതൊക്കെ ഒരു ഒരുപാട് കൺസേൺ. പ്ലാവിന്റെ ഒരുപാട് വെറൈറ്റി ഞങ്ങൾ ഇതിലുണ്ട്. പല വീഡിയോയിലും നമ്മൾ ചെയ്തതാണ്. ഇപ്പൊ വിയന്ന സൂപ്പർ എർലിന്റെ തന്നെ ഒരു 5-6 ഐറ്റം ഉണ്ട്. കുരുള്ളതും കുരുയില്ലാത്തതും വെളിഞ്ഞില്ലാത്തതും ഉള്ളു ചോപ്പുള്ളത് മഞ്ഞയുള്ളത് തേൻ വരിക്ക അങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യത്യസ്തമായി. ഇപ്പൊ ഈ ചക്ക, ഇത് ചെറിയ പിലാവിലൊക്കെ കണ്ടില്ല ചക്ക നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കി. ഇതൊക്കെ കായനല്ലേ, ഇങ്ങനെ കണ്ടില്ലേ, ഇതൊക്കെ കായ വരണം. ഇതങ്ങനെ ആളുകൾ ചക്ക കൊണ്ടുപോകുന്നതാണ് തെരഞ്ഞെടുത്തിട്ടേ. ഒരു രസല്ലേ. ഇപ്പൊ ഈ ചെറിയ മരത്തുമ്മ വരെ കണ്ടില്ല നിങ്ങൾ കായ അങ്ങനെ. അതേമാതിരി ഒരുപാട് പെണ്ണുണ്ട്. ഇതൊക്കെ നമ്മള് തുച്ഛമായ വിലക്ക കൊടുക്കുന്ന കേട്ടോ. ഈ വലിയ ഈ ഐറ്റങ്ങൾ ഇതാ, ഈ സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ കായോട് കൂടെ 500 രൂപ കൊടുക്കുന്നു. വിയറ്റ്നാം സൂപ്പർ എർലി പെട്ടാണിത്. അതിന്റെ തന്നെ റെഡ് ആണിത്, ചുള്ളി ചുവപ്പുള്ള. ഇത് നമ്മൾ 300 രൂപ കൊടുക്കും. ഈ വലിയ തൈകളൊക്കെ നമ്മള് 300 രൂപ കൊടുക്കുന്നത്. ഇനി അത് വില അധികം എന്നുള്ളത് മറ്റുള്ള ആളുടെ ഇവിടെ 150 രൂപക്കും തൈയുണ്ട്. നമ്മളൊക്കെ 250, 150 പല വ്യത്യാസം. ഇതിലൊക്കെ ചക്ക ഉണ്ട് കേട്ടോ. ഈ സൈസ് ഒക്കെ എത്ര? ഇതൊക്കെ നമ്മൾ 300 രൂപ കൊടുക്കുന്നത്. 300 രൂപയ്ക്ക്. ഇതിന്റെ പ്രത്യേകം വലിയ ചക്ക ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ. ചക്ക, ഇത് ചക്ക, വലിയ ചക്ക. ഈ തൈകളൊക്കെ നമ്മൾ
300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇനി അതിലും കുറഞ്ഞതാ തയ്യൊക്കെ ഇതൊക്കെ 150 രൂപ കൊടുക്കുന്നുണ്ട് ഈ ഐറ്റങ്ങൾ. ഇതിമേലും എന്താ ചക്ക കണ്ടില്ലേ, ഈ 150 മേലും എന്താ ചക്ക കണ്ടില്ലേ, ഇതൊക്കെ ചക്ക വരികയാണ്, ഇതൊക്കെ ചക്ക വരിക. ഇനി ഏത് തൈകൾ എടുത്തോളി, ഇപ്പൊ ഒരു തൈയിൽ എടുത്ത് പൊളിച്ചോളി, നോക്കാം ചക്ക 2, 3 ഒക്കെ ചക്കായിട്ട് വരുന്നത്. അങ്ങനെ എന്താ പറയാ, പൂർണ്ണ ഉറപ്പോട് കൂടി കായ്ക്കും. 150 രൂപ കൊടുക്കുക, 150 രൂപ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞങ്ങളൊക്കെ 60 രൂപ മുതൽ പ്ലാവ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ 60 രൂപക്ക് 100 രൂപക്കൊക്കെ വിറ്റുകൊണ്ടിരുന്നാണ്. ഇതിപ്പോ നമുക്ക് ഒരു 60 രൂപ ഇട്ട് കൊടുക്കാം. വിയന്ന സൂപ്പറിന്റെ വലുത് ഇത് നമ്മൾ 1000 രൂപ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പോ ഒരു ഒന്നിച്ച് വന്ന ഒരാൾക്ക് 4 തൈ ഒന്നിച്ച് വന്നാൽ നമുക്ക് ഒരു 800 രൂപ ഇട്ട് കൊടുക്കാം. 800 രൂപ കൊടുക്കാം. അതെ, നല്ല ബുഷ് തൈ ഇതാ ഇതിനൊക്കെ ഈ തൈകളൊക്കെ പെട്ടാണ്, ഇതൊക്കെ പെട്ടാണ്, അതൊക്കെ പെട്ടാണ്. വിയറ്റ്നാം സൂപ്പർ ഇനിയിപ്പോ കൂടുതൽ താമസം എടുക്കില്ലല്ലോ കായ്ക്കാൻ. ഇതുപോലെ ചക്ക ഉണ്ടായിരുന്നാണ്, ഇത് ചിലത് വീണ് പൊയ്ത്തൊക്കെ പോയതാ. ഇത് നല്ല ചക്ക ഉണ്ടായിരുന്നു കണ്ടോ. ഇത് നമ്മള് 800 രൂപക്കാണ് ഇപ്പൊ കൊടുക്കാൻ വെച്ചിട്ടുള്ളത്. ഓഫർ ആട്ടോ, നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക്, വിളിക്കുന്ന ആൾക്കാർക്ക് ഓഫർ റേറ്റിൽ 800 രൂപക്ക് ഇത് കൊണ്ടുപോവാം. ഇതിന്റെ ഈ ഉയരം കൂടിയ തൈ വേണമെന്നുള്ളവർക്ക്, ചില ആളുകൾക്ക് ഉണ്ടല്ലോ നല്ല ഉയരമുള്ള തൈ ഉണ്ടോ എന്നൊക്കെ പറയണേ. ഇതാ ഈ പ്ലാവ് കണ്ടില്ല, ഇത് കാണിച്ചോളൂ. ഇത് ഒരു പ്ലാവാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 1000 രൂപക്ക്. ഈ വലിയ പ്ലാവ് നമ്മൾ കൊടുക്കുന്നത് 1000 രൂപ. ആടിനെ വളർത്തുന്നവന് തിന്നാൻ കൊടുക്കാൻ ഇല വരുന്നുണ്ട്. ആടിന് ഇല കൊടുത്തിട്ട് മുതലാക്കാം. മരം അത്രയും ഇലയുണ്ട്, നല്ല മരം തന്നെ, വലിയ വലിയ മരങ്ങളാണ്, സൂപ്പർ മരം തന്നെയാണ് ഇത്. ആണ് കണ്ടോ, വലിയ മരം ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതാ ഇത് കൊണ്ടുപോയിട്ടോ. നമ്മളിനി കാണുന്നത് റംബുട്ടാന്റെ ഒരു കൂട്ടത്തോട്ടോ. ഇത് ഏതാ റംബുട്ടാന്? ഇത് അധികം ഒരു N80 ആണുള്ളത്. N80 റംബുട്ടാനാണ് നമുക്ക് കൂടുതൽ വിറ്റ് പോകുന്നത്. ഈ N80 നമ്മൾ 200 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. N18 ആണ് കൂടുതൽ ആൾക്കാരെ ആവശ്യപ്പെടുന്നത്. അതെ. അപ്പോ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ തൈകളൊക്കെ ഇത് നമ്മൾ 200 രൂപ കൊടുക്കാം. 300 രൂപ 250 രൂപ കൊടുത്തത് അതൊരു ഓഫർ എന്നുള്ള 200 രൂപയ്ക്ക് വലിയ വലിയ തൈകള് നമുക്ക് കൊടുക്കാം. 300 രൂപക്ക് കൊടുത്തു തന്നെയാണ് ഇതിവിടെ. ഇപ്പൊ നമ്മളെ ഈ വീഡിയോ ഓഫർ ആയിട്ട് 200 രൂപക്കാണ് കൊടുക്കുന്നത്. കണ്ടോ, ഇതിപ്പോ ഇവിടെ ഇട്ടുള്ള ടാഗിന്റെ ഇതാണ് നമ്മൾ കാണുന്നത്. ഈ ലൈന് ഫുള്ള് അതാണ്. ഇനി അതിന്റെ മീതെ വലിയ തൈകൾ, ഇത് മഞ്ഞ ഉണ്ട്, അതാണ് എന്താ പറയാ N80, പല പേരിലുള്ള സാധനങ്ങളുണ്ട്. ഇതിന് കുറച്ച് വില കൂടുതലുണ്ട്, അതിലേറെ. ഇനി വലിയ വലിയ മരങ്ങൾ വേണമെങ്കിൽ നമ്മളൊക്കെ ഏത് വലിപ്പമാണെങ്കിലും ഏതുണ്ട്, റംബുട്ടാനുണ്ട്. റംബുട്ടാന്റെ ഇങ്ങോട്ട് നോക്കൂ, ഇതൊക്കെ വ്യത്യസ്ത വെറൈറ്റി സാധനങ്ങളാണ്. ഒരുപാട് എന്താ പറയാ, ഈ റംബുട്ടാന്റെ ഒരുപാട് ഐറ്റം, ഒരുപാട് വെറൈറ്റി എല്ലാ സൈസിലും ഉണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുക്കൂ. റംബുട്ടാന്റെ പല വലിപ്പത്തിലുള്ള. ഇനിയിപ്പോ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ മണ്ണ് കണ്ട് വെച്ചാൽ ഇതേമാതിരി. ഇപ്പൊ ഇവിടെ കണ്ട ഈ മരത്തിനെടുത്ത് ഇങ്ങോട്ട് വെച്ചപ്പോ ഈ കാണുന്ന മരത്തിനെ നമ്മൾ ഈ ഗ്രോ ബാഗ് വെച്ച് വലിയ ഇതിലേക്ക് വെച്ചപ്പോ കണ്ടില്ലേ, ഇത് ഇങ്ങനെ വന്നു. ഇതേമാതിരി നമ്മൾ മണ്ണ് കൊണ്ടുവച്ച് ഇനി ഇതേപോലെ വലിയ വലിയ മരങ്ങൾ കായ്ച്ചു നിൽക്കുന്നത്. ഇപ്പൊ കായ ഇല്ലാത്ത ടൈമാണ്, ഏത് വലിപ്പമാണേലും ഉണ്ട്. ഇത് N80 പെട്ടതാണ്. ഇതൊക്കെ എന്ത് വൃത്തിയുള്ള ഇത് ഓങ്ക്രോവിന്റെ N80 ആണ്, ഓങ്ക്രോവിന്റെ മരമാണ്. നമ്മള് ഈ മരമൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ എത്രക്കാരോ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വില. 2 രൂപക്ക് നമുക്ക് 2000 രൂപക്ക് 2000 രൂപ കൊടുക്കാം. നല്ല ഇത്രയല്ലേ എല്ലാം ഉഷാറായിട്ട്. എന്തെങ്കിലുമൊക്കെ നമ്മള് ഓഫറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ ഒരു വലിയ വലിയ മരങ്ങൾ നമുക്കൊന്ന് കാണിക്കാം. ഈ കൊല്ലം ഈ തൈ ഇതിപ്പോ ഞാൻ കാണിച്ച തൈ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇപ്പൊ 2000 രൂപ ബാപ്പൊക്കെ പറഞ്ഞ് അത്രയും ആവശ്യമുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് വിളിച്ചോളിട്ടാ. ഇതിലും ചെറുതായിട്ട് റേറ്റ് കുറച്ച് തരും. റംബുട്ടാന്റെ വേറെ സെക്ഷനിലേക്കാണ് ഈ പോണത്. അപ്പൊ നമ്മളവിടെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വലിയ മരങ്ങൾ ഇപ്പൊ കാണുന്നത് N18 തന്നെ കേട്ടോ. അതൊക്കെ ആണ് പല പല വ്യത്യസ്തമായ വലുപ്പത്തിലുള്ളതുണ്ട്. നമ്മള് ഇപ്പൊ ഇതേപോലൊക്കെ നിറയെ കായ ഉണ്ടായിരുന്നു ഈ വർഷം. ഈ കണ്ടില്ലേ, ഇതിന് ഒരുപാട് മരങ്ങൾ ഇത് സെയിലായത്. ഇതിന് ഒരുപാട് നമുക്ക് അവിടെ കാണിക്കാം. വലിയ വലിയ ഇത് നമ്മൾ കായ്ച്ച് ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചാണ്. ഇതിമേല് എത്രയോ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ വലിയ മരങ്ങൾ നമ്മൾ തിരിഞ്ഞ് സ്റ്റോക്ക് ഏത് വലിയ വെപ്പാണേലും ഇനി വലിയ റമ്മിലൊക്കെ സെറ്റ് ചെയ്ത വലിയ വലിയ മരങ്ങളുണ്ട് നമുക്ക്. ഈ N18 ഒക്കെ ഈ മരങ്ങളൊക്കെ നമുക്കിപ്പോ എന്താ ചെയ്യാറുങ്ങള് ഒരു 1600 രൂപയ്ക്ക് 2 രൂപയ്ക്ക് നമ്മള് വിലയുള്ള മരമാണ്. ഈ മട്ടുണ്ടാവും ചിലപ്പോ വരാം. ഇത് നമുക്കൊരു 1600 രൂപയ്ക്ക് കൊടുക്കാം. ഇതില് ടാഗ് ഇട്ടുള്ള ഒരു ഓഫർ 2600 ഇട്ടുണ്ടായിരുന്നത് റംബുട്ടാൻ N18. നമ്മളിപ്പോ നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് 1600 രൂപയ്ക്ക് ഇത് ഇവിടുന്ന് കൊണ്ടുപോകാട്ടോ. കാരണം നല്ല പുഷ്ടി തൈകൾ തന്നെയാണ്. ഇതിന്റെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, ഒരുപാട് പീസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അവിടെ. ഇത് ഒരു നാവൽ തൈയാണ്. ഇത് പ്രത്യേകപ്പെട്ട നാവലാണ്. നമ്മൾ പലതരം നാവൽ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് നാവലാണ്, അത് വൈറ്റ് നാവലാണ്. ഇത് കണ്ടില്ല, പൂവൊക്കെ കുറെ വന്നിങ്ങനെ. അതെ, എല്ലാത്തിലും പൂ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആയിട്ട് 150 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. നമുക്ക് ചെറു തൈ മുതൽ 150 രൂപന്റെ ഒക്കെ ഫ്ലവർ 150 രൂപന്റെ തൈകൾ വരെ
ഫ്ലവർ വന്നതാണ്. എടാ മോന് ഇത് ഏതാ മരം? ഇത് ചിന്ന രസാലു. ചിന്ന രസാലു എന്നറിയപ്പെടുന്ന ഒരു മരമാണ്. ഇത് നമ്മളെ ബാപ്പോക്കന്റെ മോനേട്ടാ. എന്റെ പേരെന്താ? എന്റെ പേര് അജിസൽ. ഇതിന്റെ പേരെന്താ പറഞ്ഞ? ചിന്ന രസാലു. ചിന്ന രസാലു. ചിന്ന രസാലിന്റെ ഫ്ലവർ വന്നിട്ടുള്ള സൂപ്പർ മരങ്ങളെ കാണിക്കുന്നത്. ഇതിന്റെ ഇതുപോലത്തെ പ്ലാന്റ്സ് വേറെ ഉണ്ടോ അവിടെ? ഒരുപാടുണ്ട്. ചെറുതൊക്കെ ഉണ്ടോ? ചെറുതുണ്ട്, വലുതൊക്കെ ഉണ്ട്. വലുതൊക്കെ ഉണ്ട്. എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയോ? 250 രൂപ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ കുട്ടി പറയണത്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെ, നമ്മളൊക്കെ ഈ തെങ്ങ് ഞമ്മ ഇങ്ങനെ കീസിയിൽ വെച്ചിട്ട് ഒരു 1-1.5 കൊല്ലാണ് ആവുന്നത്. ഇപ്പുറത്തൊന്ന് കാണിക്കും, ഇത് കുള്ളൻ തെങ്ങാണ്. ഇതിപ്പോ ഏകദേശം ഒരു 5-6 മാസം കൊണ്ട് ഇതിമ്മ കൊല വരാൻ സാധ്യത. ഇത് കണ്ടില്ല നിങ്ങള്, നല്ലൊരു തെങ്ങായി മാറിയത്. ഇതിപ്പോ നമുക്കൊരു മണ്ണിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോ ഇങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചിട്ട് അങ്ങനെ ഇതൊരു മണ്ണിൽ നല്ല വളമിട്ട് വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇതിലധികമാണ്. ഞാൻ ഇവിടുന്ന് കൊടുത്ത ആളുകൾ വിളിച്ചിനോട്, നിങ്ങൾ 2 കൊല്ലം എന്ന് പറഞ്ഞപ്പോ നമുക്ക് 1 കൊല്ലം കൊണ്ട് തന്നെ കൊല വന്നിട്ട് കായ് വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണും. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ സാമ്പിളായിട്ട് വെച്ചതാണ്. ഇന്നിപ്പോ ഒരാൾ ആവശ്യപ്പെട്ടു വന്നാൽ ഇത് നമ്മൾ കൊടുക്കും. പക്ഷെ ഇതിന്റെ തൈകൾ ഇതേമാതിരി വെച്ച ഒരുപാട് തൈകൾ ഞങ്ങളൊക്കെ ഉണ്ട്. ആ വലിയതും ഒരു എന്താ പറയാ 1200 രൂപയൊക്കെ ഞങ്ങൾ ഈ തൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരുപാട് ഐറ്റം. ഈ 1200 രൂപ തൈകൾ എത്ര സമയം എടുക്കും? അത് രണ്ട് കൊല്ലം ഞങ്ങൾ പറയുന്നത്. പക്ഷെ 2 കൊല്ലം ഇതിപ്പോ കണ്ടില്ലേ, ഇത് നമ്മൾ വെച്ചിട്ട് ആ തൈയാണിത്. ഇതിപ്പോ 1 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അപ്പോ ആയുള്ളൂ. ഇതിപ്പോ നമുക്ക് തന്നെ കണ്ടാൽ ഇത് തെങ്ങിനെ പറ്റി അറിയുന്നവർക്കറിയാം ഇത് അടുത്ത് കൊല വരും എന്നുള്ളത്. നല്ല തെങ്ങ്. ഇതിന് നമ്മൾ വളമിട്ട് നോക്കുമ്പോ അപ്പൊ ഇതിന്റെ തൈകളാണ് ഇപ്പൊ അവിടെ ഈ പറഞ്ഞ 1200 രൂപന്റെ തൈകൾ. ഇതിപ്പോ നാടൻ തെങ്ങിന് പെട്ട ഒരു ഐറ്റാണ്, പെട്ടെന്ന് കായ്ക്കുന്ന. നമ്മളെ തേങ്ങന്റെ ഉപയോഗത്തിനും എല്ലിനും പറ്റിയ തെങ്ങ്, വെണ്ണക്കും എന്താ പറയാ നമുക്ക് തേങ്ങന്റെ എല്ലാ ഉപയോഗത്തിനും പറ്റിയ തെങ്ങ്, നാടൻ തെങ്ങ് പെട്ടൊരു തെങ്ങാണ്. പക്ഷെ ഇത് കണ്ടില്ല നിങ്ങൾ എത്ര പെട്ടെന്ന് വലുതായി വരുന്നത്. ഇതൊക്കെ നമുക്ക് 1 കൊല്ലം കൊണ്ട് കൊല ഇടുന്ന നമുക്ക് പറയാം. ഓക്കെ, അവിടെ പറഞ്ഞില്ല നമ്മൾ 1200 രൂപന്റെ തൈന്ന് ഈ കാണുന്ന തൈകളാണ്. ഇതൊക്കെ 1000-1200 രൂപക്ക് നമ്മൾ കൊടുക്കുന്ന. ഇനി ഇതിലും ചെറുതുണ്ട്. ഇനിയിപ്പോ ഇത്ര വിലയെന്ന് പറയണ്ട, ഇത് നമുക്ക് 100-200 എത്ര തൈ വേണമെങ്കിലും നമ്മളാക്കുന്നുണ്ട്. ഇത് ഈ തൈകളാണ് നമ്മൾ ഈ 1200 രൂപക്ക്. ഇതൊക്കെ വലിയ വലിയ തെങ്ങുകളിൽ എവിടേക്കൊന്ന് കാണിച്ചു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ശരിക്കും വലിയ വലിയ തെങ്ങുകളായതല്ലേ ഈ തൈകൾ. ഇതിപ്പോ ഇങ്ങനെ വലുപ്പമാവണമെങ്കിൽ ഒരാൾ വെച്ച് എത്ര സമയം നോക്കണം. ഇവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതൊക്കെ കണ്ടില്ല വലിയ വലിയ തെങ്ങുകളാണ്. ഇതിപ്പോ നാടൻ നല്ല നമ്മളെ തേങ്ങന്റെ ഉപയോഗത്തിനും മറ്റു എണ്ണ ഇതിനൊക്കെ പറ്റിയ തെങ്ങാണ്. ഈ 1200 ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇത് ഒരുപാട് സ്ഥലമുണ്ട്, അങ്ങോട്ടൊക്കെ തൈ 1200 തൈയാണ്. ഒരുപാട് എണ്ണുണ്ട്. ഇതിലും കുറഞ്ഞതില്ല ഉണ്ട്. 400 രൂപക്കും 90 രൂപ മുതൽ തെങ്ങുണ്ട് നമ്മളൊക്കെ. നമ്മള് കുറ്റ്യാടി തെങ്ങൊക്കെ കൊടുക്കുന്നത് വെറും 150 രൂപക്കാണ്. ഇപ്പൊ നമ്മള് നേരത്തെ വലിയ തെങ്ങുകൾ കാണിച്ചില്ലേ, അതിന്റെ മീഡിയം സൈസാണിത്. മീഡിയം നമ്മൾ 1200 വിൽക്കുന്ന ഒരു 6 മാസം മുമ്പ് ഞാൻ ഇങ്ങനെ കവറിലേക്ക് ആക്കിയത്. ഇതിപ്പോ നമ്മളിപ്പോ കൊടുക്കുന്നത് 2000 രൂപയാണ്. 2000 എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലെന്നല്ല. ഇതൊക്കെ മരം കാണിച്ചിട്ടില്ലേ നല്ല തെങ്ങായി വരുന്നത്. 2000 രൂപയായിട്ടാണ് ഈ കൈകൾ. ഇതൊക്കെ ഞങ്ങൾ വെച്ചിട്ടുള്ള തെങ്ങുകളൊക്കെ അതാണ്. ഇതൊക്കെ നമ്മളിപ്പോ 2000 രൂപയായിട്ട് കൊടുക്കുന്ന റേഞ്ച് പെട്ടതല്ല. ഒക്കെ കുള്ളൻ തെങ്ങുകൾ കേട്ടോ. ഈ അടി തന്നെ കൊലക്കുന്ന കായ്ക്കുന്ന അടി തന്നെ കാല വരുന്ന തെങ്ങാണ് നമ്മളവിടെ കാണിച്ച ആ കുള്ളൻ തെങ്ങ് പെട്ട തെങ്ങുകളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 400 രൂപക്കാണ്. നമ്മുടെ ഈ നാടൻ ഞങ്ങൾ തൈ കുത്തുന്ന തെങ്ങുണ്ട് ഇതില് നാടൻ തെങ്ങ്. ഇതൊക്കെ നമ്മൾ 100 രൂപക്ക് 90, 80 അങ്ങനെയൊക്കെ പല വിലക്കുമായിട്ട് കൊടുക്കും. ഏത് വേണമെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ട്. ഈ വില കൂടിയതും കുറഞ്ഞതും നല്ലതും എന്താ പറയാ. പിന്നെ മലേഷ്യൻ ഗ്രീന്, മലേഷ്യൻ എല്ലോ അങ്ങനെ പറഞ്ഞ പല എല്ലാ വെറൈറ്റീസും. ഇതിനുള്ളിൽ ഈ തെങ്ങിന്റെ ഇടയിൽ കാണുന്ന വെറൈറ്റി ഇതൊക്കെ നമ്മളെ ഭയങ്കര വില കൂടി എന്താ പറയാ ഏലച്ചില്ലേ ഏലക്ക. ഏലത്തിന്റെ ആണ് ഇത്. വയനാട് മറ്റുള്ള ഭാഗങ്ങളൊക്കെ നല്ല. ഇവിടെ നമ്മളിത് എത്രത്തോളം എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഭയങ്കര രസകരം കണ്ടില്ലേ. ഓരോരോ തൈകളും ഓരോരോ കവറും ഭയങ്കര രസകരമായിട്ടുണ്ടായിരുന്നു. ഇതിന് വളരെ വില കുറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്ന കേട്ടോ. ചെറിയ വിലക്കാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. 200 രൂപയ്ക്കാണ് ഈ വലിയ വലിയ തൈ ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഒരു തൈ തന്നെ കൊണ്ടുപോയാലേ ഇങ്ങനെ ഒരു കവർ കൊണ്ടുപോയാലും ഞാൻ നമ്മളെ തൊഴിലൊക്കെ കൊണ്ടുപോയി ഇത് നമുക്ക് കുറെ ആയിട്ട് വെക്കാനെ വരിവരായിട്ട് വെച്ച് കുറെ സ്ഥലത്ത് വെക്കാൻ ഇതന്നെ മതി. അബിയോന്റെ മരങ്ങളാണ്. ഇതിലിപ്പോ നമ്മളെ ഈ ഫാമില്, അതായത് നമ്മളെ ഈ ഗ്രീൻ അഗ്രോ ഫാമില് വളം ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടോ. അത്രയും സെറ്റപ്പിലാണ് ഇവിടെ ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് വിശ്വാസത്തോടെ കൊണ്ടുപോവാം. നല്ല വളങ്ങൾ വെച്ചിട്ടാണ് ഈ അബിയോന്റെ മരങ്ങളൊക്കെ കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാപ്പോക്ക ഈ അബിയോന്റെ മരങ്ങൾക്ക് ഏതായത് ഇതിന് എന്ത് വില കൊടുക്കാം നമുക്ക്? ഇതൊക്കെ നമ്മളേ ഒരു 1000 രൂപക്ക് കൊടുത്തിരുന്നാണ്. ഒരു 800 രൂപയ്ക്ക് ഇതല്ല കേട്ടോ. ഇതിന്റെ വലിയ ഇതിപ്പോ നമ്മൾ സെറ്റ് ആക്കണേ ഉള്ളൂ. ഇത് നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇതിപ്പോ നമ്മൾ കവർ ചെയ്തേ ഉള്ളൂ, എന്ത് ചേഞ്ച് ആക്കിയുള്ളൂ. ഇതിന്റെ അടിപൊളി തൈകള് ബുഷായിട്ടുള്ള കാഴ്ച നിൽക്കുന്നത് ഏത് തരം വേണമെങ്കിലും അബി ഞങ്ങളൊക്കെ ഉണ്ട്. 200 രൂപ വന്ന് തുടങ്ങി 6000 രൂപ വരെ. ഇപ്പൊ ഇന്നലെ മിനിയാന്നൊരു മരം നിറയെ ഫ്ലവർ ചെയ്തത് നമ്മൾ 6 രൂപക്കാണ് വിറ്റത്. റമ്മല് വെച്ചത് ഏകദേശം ഒരു കൊല്ലാകുമ്പോഴേക്കൊക്കെ ആവൂല. ഇതെല്ലാം കായ്ക്കും. ഇതൊക്കെ അടുത്ത കൊല്ലം കായ്ക്കും.
ഇതൊക്കെ അടുത്ത കൊല്ലം കഴിക്കും. ബാപ്പൊക്കെ ഈ കവുങ്ങുതൈകളൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് പറഞ്ഞത്? കൊടുക്കുന്നതിന് മുമ്പ് എന്താ അറിയോ, ഇത് ഞങ്ങൾ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അടക്ക കൊടുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ 2 ലക്ഷം അടക്ക കൊടുത്തിട്ട് തൈകൾ കുത്തിയത് വ്യത്യസ്ത പേരിലുള്ള പല കവുങ്ങുണ്ട്. നമ്മളൊക്കെ ഇൻഡ്രസിമംഗളുണ്ട്, കാസർഗോഡനുണ്ട്, കാസർഗോഡൻ കുള്ളനുണ്ട്, പിന്നെ എന്താ പറയാ സൈഗം എന്ന് പറഞ്ഞ വേറൊരു കവുങ്ങുണ്ട്. അങ്ങനെ ഒരുപാട് തെങ്ങ് അതാണ് മോണിത്ത് നഗർ എന്ന് പറഞ്ഞൊരു കവുങ്ങുണ്ട്. ഇതിൽ പല വ്യത്യസ്ത വലുപ്പത്തിലുള്ള കവുങ്ങുകൾ ഞങ്ങളാക്കുന്നുണ്ട്. ഇത് 30 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. കവുങ്ങ് തൈ 1 വർഷമായ കവുങ്ങ് തൈ 30 രൂപ, 2 വർഷമായ തൈ 80 രൂപ, അങ്ങനെ വലിയ വലിയ തൈകൾ ഏത് വലിപ്പം വേണമെങ്കിലും ഇപ്പൊ ഇവിടെ കാണിച്ചു കൊടുക്കും. നമ്മൾ 80 രൂപ ആളുകൾ പറയുമ്പോൾ വിചാരിക്കും ഓ വിലയാണല്ലോ. ഇങ്ങനത്തെ വലിയ വലിയ തൈകൾക്കാണ് നമ്മൾ ഈ പറഞ്ഞ വില കേട്ടോ. കണ്ടില്ല നിങ്ങൾ ഓരോ തൈലിന്റെ വലിപ്പം? ഇതൊക്കെ നമുക്ക് കേട് തീർന്ന തൈകൾ എന്ന് പറയാം. കണ്ടില്ലേ, ഈ തൈകളൊക്കെയാണ് നമ്മൾ പറയുന്ന നല്ല അടിപൊളി തൈകളല്ലേ. ലാൻഡ്സ്കേപ്പിന് പറ്റിയുള്ള ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു ഫാമിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. അടിപൊളി അല്ലേ അപ്പൊക്കെ ഇഷ്ടംപോലെ അല്ലേ? അതെ, അതിന് ബാക്ക് സൈഡിൽ ഫുള്ള് ഞങ്ങളൊക്കെ ലാൻഡ്സ്കേപ്പിന്റെ സാധനമാണ്. ഒരുപാട് ഐറ്റം ഫൈക്കസുകളും സൈക്കസും പതുമാര് ബുദ്ധ, ഇത് പല ഐറ്റം മുളകളാട്ടോ, പല ഐറ്റം ഇതിന്റെ പല വെറൈറ്റികളും നമ്മളത് അവിടെ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ എന്താ പറയുന്ന ഓരോരോ തരം പാണ്ടകളാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മള് മിർച്ചി ഗോൾഡ് എന്ന് പറഞ്ഞ ആ സാധനമാണ് ആ കാണുന്നത്. കവുങ്ങുമാരി തെങ്ങിന്റെ ഇലമാരി കണ്ടില്ലേ? അതെ അതെ. അത് അങ്ങനെ വ്യത്യസ്ത പേരുള്ള ഒരുപാടെണ്ണം നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് അതിന്റെ പേരുകള് നമുക്ക് വരൂല. ഇവര് കച്ചവടം ചെയ്യുന്നവര് വേറല്ല, അവർക്ക് അറിയും. ഇതിപ്പോ ഒരു സെക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ വേറെ സെക്ഷൻ അപ്പുറത്ത് ബാക്ക് ഭാഗത്ത് ഉണ്ട്. ഒരുപാട് ഇത് മൊത്തം ലാൻഡ്സ്കേപ്പിന്റെ സാധനങ്ങൾ എന്ന് വെച്ചാൽ രസകരമായ ഒരു വീടിന് നമ്മളൊരു പുതിയ വീട് എടുക്കുന്നവർക്കൊക്കെ മോഡലായിട്ട് ഇത് എന്താ പറയാ ടെർമനാലിയ ഗ്രീൻ എന്ന് പറയുന്നതാണ്. ഇതിന് വില കുറവാണ്. ഇതിന്റെ വൈറ്റ് ആണ് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ എതിർ സൈഡിൽ കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ടെർമനാലിയ വൈറ്റ് ആണ്. ഇത് തട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന രസകരമായ ഒരു ചെടിയാണ്. ഇതിന് അത്യാവശ്യം വിലയുണ്ട്. ഈ വൈറ്റിന് ഗ്രീൻ നമുക്ക് ഇങ്ങനെ എന്താ പറയാ വില കുറഞ്ഞതാണ്. അപ്പൊ അതുപോലത്തെ 100 മരങ്ങൾ ഞങ്ങളൊക്കെ ഈ ലാൻഡ്സ്കേപ്പിന്റെ പല ഐറ്റങ്ങളും